KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സ്വമേധ പാൻറ്റിൻ്റെ സിബ് അഴിഞ്ഞു പോകുന്ന ഒരു പ്രത്യേകതരം രോഗാവസ്ഥയുള്ള വ്യക്തിയാണ് നമ്മുടെ കോഴിക്കോടുള്ള സവാദ് എന്ന ആൾ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. കഴിഞ്ഞ ദിവസം സവാദ് വീണ്ടും പിടികൂടപ്പെട്ടിട്ടുണ്ട്. KSRTC ബസ്സിൽ വെച്ച് ഒരു യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തിയതിൻ്റെ പേരിൽ. ഇതിനു മുമ്പും സവാദിൻ്റെ പാൻറ്റിൻ്റെ സിബ് KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അന്ന് അതിനെതിരെ കേസ് കൊടുത്ത യുവതിയെ ആളുകൾ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. ആ യുവതിയുടെ വസ്ത്രധാരണമാണ് സവാദിനെ ഉത്തേജിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിലുള്ള അറ്റാക്ക് അവർക്കെതിരെ നടത്തി. അതുകൂടാതെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ആ സംഘടന സവാദിനെ പൂമാല ഇട്ടുകൊണ്ടാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സ്വീകരിച്ചത്. അത്തരത്തിലുള്ള ആ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ അദ്ദേഹം വീണ്ടും സന്തോഷം കണ്ടെത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു സ്ത്രീക്കെതിരെ ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തുകയും അദ്ദേഹത്തിൻ്റെ പാൻറ്റിൻ്റെ സിബ് ആ സ്ത്രീക്ക് മുന്നിൽ തുറന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഓൾ കേരള മെൻസ് അസോസിയേഷനിലെ മെമ്പർമാരോടും അദ്ദേഹത്തിന് അന്ന് സോഷ്യൽ മീഡിയയിൽ പിന്തുണച്ച ആളുകളോടും ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഇനിയും സവാദിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർക്കുക, നാളെയും സവാദിൻ്റെ പാൻറ്റിൻ്റെ സിബ് അത് KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും അഴിഞ്ഞു പോകും. അങ്ങനെ അഴിയുമ്പോഴത്തേക്ക് സവാദിൻ്റെ പാൻറ്റ് കഴിയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ അമ്മയുടെയോ പെങ്ങളുടെയോ മകളുടെയോ നിങ്ങളുടെ സ്വന്തം ഭാര്യയുടെയോ നേർക്കായിരിക്കും. അന്നും നിങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, സവാദിന് ആവശ്യം നല്ല സാൻഡ് പേപ്പറിൻ്റെ ചികിത്സയോ അല്ലെങ്കിൽ അതിന് നല്ലത് നമ്മുടെ കുരുമുളകും കാന്താരിമുളകും കൂടി ഒന്നിച്ചരച്ചുകൊണ്ടുള്ള ചികിത്സയായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് ആ പാൻറ്റിൻ്റെ ആ വശം അങ്ങ് ക്ലീൻ ചെയ്തിടുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പറ്റിയൊരു ട്രീറ്റ്മെൻറ്റ്